ഏ ഇല്ലായിരുന്നു. അതെന്തോ ഞാൻ അടച്ച് മുറുക്കി വെച്ചേക്കുമായിരുന്നല്ലോ. നോക്കിയടി അവിടെ വെക്കാക്കളെ. ആ ബേസിനകത്തിടും. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നു പ്രിയങ്ങളെ. ഇന്ന് ഒത്തിരി നാളിന് ശേഷം ഇന്ന് രാജൻ ടെക്സ്റ്റൈൽസിലൊന്ന് പോയി. എനിക്കൊന്നും മേടിക്കാൻ പോയതല്ല, പക്ഷെ മേടിക്കേണ്ടി വന്നു. ഞാൻ ഒരു സ്കാർഫൊക്കെ മേടിക്കാൻ പോയതാ. എനിക്കല്ല, അജയന് വേണ്ടിയിട്ട്. ചേച്ചിക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ വേണമായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ പോയതാ. അപ്പോൾ എനിക്ക് 2 ഷാൾ വേണമായിരുന്നു, അത് മേടിച്ചു. അമ്മയ്ക്കൊരു വൈറ്റ് കളർ ഷാൾ വേണമായിരുന്നു, കോട്ടൻ്റെ, അത് വാങ്ങിച്ചു. ഈ 2 കളറും എനിക്കില്ലായിരുന്നു. ഈ കളർ അങ്ങ് മങ്ങി ഒരുമാതിരിയായി. ഇതവിടെ ഇല്ലായിരുന്നു. ഞാൻ ഒത്തിരി വട്ടം പോയി ചോദിച്ചപ്പോഴും അവിടെ സ്റ്റോക്ക് ഇല്ലായിരുന്നു. ഇപ്പം അത് കണ്ടപ്പോൾ ഒന്ന് മേടിച്ചു. പിന്നല്ല ഇനി അത് കിട്ടിയില്ലെങ്കിലും. പിന്നെ മേശവിരി മേടിച്ചു. മേശവിരി കാണിക്കാം. തിണക്കൊരു ടീപ്പോ ഇരിപ്പുണ്ട്, അതിന് വിരിയില്ല. പിന്നെ ഈ കിടക്കുന്ന ടീപ്പോയും വിരിയെല്ലാം പോയി. അപ്പോൾ ഇത് മേടിച്ചു കേട്ടോ. വലിയ റേറ്റ് ഒന്നും ഇല്ലാത്ത. ഇത് ഞാൻ മുറിച്ചിടണം. 2 മീറ്റർ വാങ്ങിച്ചു. രാജൻ്റെ അവിടെ ചെന്നാൽ കപ്പലണ്ടി മേടിക്കാൻ പോരത്തില്ല. നമ്മുടെ സ്ഥിരം അപ്പൂപ്പനവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ആ അപ്പൂപ്പൻ്റെ നിന്ന് കപ്പലണ്ടി മേടിച്ചിട്ടേ ഞാൻ വരത്തുള്ളൂ. അപ്പോൾ കപ്പലണ്ടി മേടിച്ചു. ഒരു പൊതി അമ്മയ്ക്ക് കൊടുത്തു. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി മോനിക്കുട്ടൻ ഇതെല്ലാം എടുത്തുകൊണ്ട് വന്ന് കവറിനകത്തുനിന്നെടുത്ത് വെളി വെച്ചു. നമ്മുടെ സാമ്പ്രാണിക്കട്ട, മെഴുകുതിരി, ഗ്രീൻ ടീ ഒക്കെ ഇടയ്ക്ക് നിർത്തിയേക്കുമായിരുന്നു. ഗോതമ്പ് പൊടി, പാൽപ്പൊടി 2 പാക്കറ്റ് ചേർത്തത്. പിന്നെ 2 കളർ പെയിന്റ് അടിക്കാൻ 2 കളർ തീർന്നായിരുന്നു. മഞ്ഞയൊക്കെ ഞാൻ തട്ടിക്കളഞ്ഞില്ലേ, അപ്പോൾ അതേലും ഒരെണ്ണം മേടിച്ചു കേട്ടോ. ഞാൻ എൻ്റെ ഇവിടോട്ട് വെച്ചിട്ട് അമ്മയുടെ അടുത്ത് ഒന്നുകൂടി പോകണം. അമ്മ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നുണ്ട്, ഏത്തക്ക മെഴുക്കുവരട്ടി വെക്കുന്നുണ്ട്. അതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഞാൻ അതൊക്കെ മേടിച്ചോണ്ട് വരാം. മറ്റേ ചില്ലുകുപ്പി എടുത്തോണ്ട് വരാൻ പറഞ്ഞു, ഇഞ്ചിക്കറി തരാൻ. അതൊക്കെ എടുത്തോണ്ട് അങ്ങോട്ട് പോയി അതൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കുളിച്ച് ജപിച്ച് വരാം. ഇന്നപ്പോൾ അടുക്കളയിൽ പണികളൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായി. കൂട്ടാനൊക്കെ ഉണ്ട്. നമ്മുടെ നെത്തോലിക്കറി ഇങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ അമ്മ മീൻ വറുത്തത് തന്നു കേട്ടോ. വറ്റയോ ഉണ്ട്, അതൊക്കെ മീൻ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വറുത്തത്. അതും ഇത് ചീരത്തോരൻ. അപ്പോൾ പിന്നെ വേറെ അതിനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ പോയി അതൊക്കെ എടുത്തുകൊണ്ട് വരാം. മോനിക്കുട്ട സൈക്കിൾ കേട്ടോ, മോനിക്കുട്ടനെ വിളിച്ചുകൊണ്ട് വരാം. ാണ് ഇന്നലെ ചപ്പാത്തി ഉണ്ടാക്കാൻ മാവൊക്കെ കുഴച്ച് കട്ടി കൂടിപ്പോയി, അത് വെന്തില്ല. പിന്നെ ചോറുണ്ട്. ഇന്ന് നൈസായിട്ട് പരത്തി ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ മേശവിരിയൊക്കെ മാറ്റിയത്. ഇത് നമ്മുടെ ഇവിടെ പഴയ ഷീറ്റാട്ടോ. ഇത് ഇവിടെ എടുത്ത് വിരിച്ചു. ഇതേ കിടന്നത് അങ്ങ് പനലായിരുന്നു. പനലായെന്ന് പറഞ്ഞാൽ ഒരുമാതിരി പഴകിയായിരുന്നു, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിത് കട്ട് ചെയ്ത് ഇവിടെ ഇട്ടു. ഇത് നമ്മുടെ മോനിക്കുട്ടൻ കുഞ്ഞുമുറിക്കകത്ത്, മോനിക്കുട്ടൻ്റെ മുത്തിൻ്റെ മുറിക്കകത്ത് കിടന്ന മേശയുടെ പുറത്തിരുന്നു കേട്ടോ. വരുക. പുതിയ മേശവിരി വാങ്ങിച്ചത് ഇതിന് വേണ്ടിയാട്ടോ, ഈ ടീപ്പോയുടെ പുറത്തിടാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതൊത്തിരി നാളായ ടീപ്പോയ, പ്ലാസ്റ്റിക്കിൻ്റെ ടീപ്പോ. അപ്പോൾ ഇത് ഞാനിവിടെ കൊണ്ടിട്ടു. അടുക്കളയിൽ അവിടെ അങ്ങ് പാത്രം കഴുകുന്നിടത്ത് വെച്ചേക്കുമായിരുന്നു. പിന്നെ ഇതിൻ്റെ ബാക്കി ചെറിയൊരു പീസ് ഞാൻ മുറിക്കകത്ത് ടീപ്പോയിലും ഇട്ട് കാണിക്കാം.
ഇതേ കൊണ്ടിട്ട് ബാക്കി ഒരു ചെറിയ പീസ് ഉണ്ടായിരുന്നു, അത് ഇതേലും ഇട്ടു. ഇതേ കിടന്നത് അഴുക്കായി പോയതാണ് കേട്ടോ, അതങ്ങോട്ട് മാറ്റി. ഇന്ന് പേരയ്ക്കായും തണ്ണിമത്തനും മേടിച്ചോണ്ട് വന്നു. മോനിക്കുട്ടന് തണ്ണിമത്തം വേണമെന്ന് പറഞ്ഞു. ഞാൻ തണ്ണിമത്തന്റെ കൂട്ടിത്രയും അതുകൊണ്ട് എനിക്ക് തണ്ണിമത്തം കഴിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട്. പേരയ്ക്ക ഇങ്ങോട്ട് വന്ന വഴിക്ക് വണ്ടിയിലിട്ട് വിൽക്കുന്നുണ്ടായിരുന്നേ. അത് 1.5 കിലോ 100 രൂപയ്ക്ക്. ഇത് അവിടെ നമ്മൾ ഒരു വലിയ ഫ്രൂട്ട്സ് മാത്രം വിൽക്കുന്ന ഒരു ഷോപ്പിലാണ് പോയി മേടിച്ചത്. തണ്ണിമത്തനും കൂടെ മേടിക്കേണ്ടി വന്നു. അപ്പോൾ 1 കിലോയ്ക്ക് 100 രൂപ. മറ്റേത് എനിക്ക് അറിയത്തില്ല, ഞാൻ നോക്കിയില്ല. ഇനി നാളെ അവിടെ പോകുമ്പോൾ നോക്കാം, വണ്ടിയിലുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചു നോക്കാം. ഇതും അതും തമ്മിൽ എന്തോ വ്യത്യാസമാണ്. ഇതിന് 100 രൂപ, മറ്റേത് 1.5 കിലോ 100 എന്നാ വണ്ടിയിൽ എഴുതി വെച്ചിരുന്നു. കേടൊന്നുമില്ല, തോട് ഒരുമാതിരി ഇരിക്കുന്നു. നോക്കട്ടെ എന്തോ തിരിച്ചെടുത്തിട്ട് അമ്മയുടെ എടുക്കാൻ ഇഞ്ചിക്കറിയൊക്കെ എടുക്കുന്നു. ഞാൻ ഈ കുപ്പി കൊണ്ടുപോയതാണ്, ഇനി ഏറെ ഉണ്ട്. ഇത് തീരുമ്പോൾ അവിടെ പോയി പിന്നെ എടുക്കാം. ഒരു ചട്ടി നിറച്ച് കണ്ടില്ലേ, ആ ചട്ടി നിറച്ചുണ്ടാക്കിയിട്ടുണ്ട്. കേടാവത്തില്ല കേട്ടോ, അമ്മ അങ്ങനെ ഉണ്ടാക്കുന്നേ. പിന്നെ അമ്മ പറഞ്ഞു എന്റെ മോൾക്ക് കൊടുക്കാന്. പിന്നെ ഞാൻ ഇവിടെ എല്ലാവർക്കും കൊടുക്കാനാണ്. പേരയ്ക്ക മേടിക്കാൻ ചെന്നപ്പം അവിടെ നെല്ലിക്കയല്ല, പക്ഷെ വേറെ ഒരു സാധനം ഭയങ്കര തിളക്കമുള്ള നെല്ലിക്ക പോലെ. നെല്ലിക്കയുടെ കളറും അത്രയും വലിപ്പമാണ്. ഏറ്റവും വലിയ നെല്ലിക്കയില്ല, അതിനെക്കാട്ടിലും അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സൈസ്. അത് നെല്ലിക്കയുടെ കളർ, പക്ഷെ അതിനെക്കാട്ടി നല്ല ഗ്ലേസിങ് ഉള്ള ഒരു സാധനം. മുന്തിരിക്കൊല പോലെ ഇരിക്കുന്നത്. എന്തോ സാധനം എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ ചോദിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല, ഏതാളും പേരൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചൊന്നുമില്ല. പിന്നെ ഇത് എന്താണെന്ന് അറിയാതെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് എന്ത് കൊടുക്കാനാണ് ഓർത്തൊന്ന് വാങ്ങിച്ചു. ഇനി പോകുമ്പോൾ നോക്കാം, തിരക്കില്ലാത്തപ്പോ പോയി അതിന്റെ വിശദ വിവരങ്ങളൊക്കെ ചോദിച്ചിട്ട് മേടിക്കാം. വെള്ളം കുടിക്കാൻ പറയുന്നുണ്ട്. വെള്ളം കുടിക്കണം. പാടോട്ട് കുറച്ചെടുത്തു തേയിലത്തിന്റെ പാക്കറ്റ് കിട്ടുള്ളൂ. കുറഞ്ഞല്ലോ അമ്മ മേടിച്ചോണ്ട് വലിയൊരു പാക്കറ്റ്. എല്ലാം കിട്ടും, പൈസ നമുക്ക് കൊടുക്കണ്ടേ. പിന്നെ ഞാൻ രാജനി പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ഒരാളിനെ കണ്ടു കേട്ടോ. പുള്ളിക്കാരി അവിടെ വെറ്റിനറി ഓഫീസിലോ അവിടെ ഇവിടെ വന്നു ഓർക്കുന്നില്ല കേട്ടോ. അപ്പം എന്നെ കാണണമെന്ന് വിചാരിക്കും. ഷോപ്പൊക്കെ കണ്ടുപിടിച്ചു, പക്ഷേ അങ്ങോട്ട് വരാനുള്ളൊരു ഇത് കിട്ടിയില്ല. കാരണം ജോലി കഴിഞ്ഞിറങ്ങുന്നത് ആ സമയത്താണ്, പിന്നെ വീട്ടിൽ പോകണ്ടേ, അതുകൊണ്ട് വരാനൊന്നും പറ്റിയില്ല. ഇന്ന് എന്തായാലും കണ്ട് ചൂടാവട്ടെ, വിശ്രമിക്കാം. എനിക്ക് ഇന്ന് ചെറിയ പണികളുണ്ട്. എന്താണെന്ന് അറിയാമോ, ഞാൻ ഇന്നലെ ബോട്ടിൽ ആർട്ട് ചെയ്യാനുള്ളത് എടുത്ത് കാണിച്ചില്ലേ, ഫിനിഷ് ചെയ്തിട്ട് കാണിക്കാന്ന് പറഞ്ഞില്ല. അത് ഞാൻ ഒട്ടിച്ചൊക്കെ വെച്ചേക്കും കേട്ടോ. അത് നമ്മുടെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ പിസ്താടെ കവർ ആ ബോട്ടിലിൽ ഒട്ടിച്ചു വെക്കും, എന്നിട്ട് നമുക്ക് പെയിന്റ് അടിക്കണം. അതിനാണ് കേട്ടോ. ഒട്ടിച്ചു വെക്കുന്നത് ചെറിയ പണിയല്ല, ഇച്ചിരി മെനക്കേടാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഒട്ടിച്ചു വെച്ചു. ഞാൻ ഇത്രയും ഒട്ടിച്ചു വെച്ച് കേട്ടോ. ഒരു വലിയ പൂവ്, അതിൻ്റെ ചെറുത്, പിന്നെ ഒരു കുഞ്ഞിപ്പൂവ് കേട്ടോ. അങ്ങനെ ഒട്ടിച്ചേക്കുക. ഇനി ഇത് കളർ അടിക്കണം, ഒരു ഡിസൈൻ ആക്കണം. ഇത് എന്താ പറയുന്നത്, ഒട്ടിക്കുന്നത് മെനക്കേടാണ് കേട്ടോ, ഭയങ്കര പ്രയാസമാണ്. ഇന്നലെ ഞാൻ വിചാരിച്ചു കുപ്പിയോടെടുത്ത് താഴെ അടിച്ച് ഒട്ടിക്കണമെന്ന്. അത്ര ദേഷ്യം വന്നെനിക്ക്. ഒട്ടിക്കും തോറും ഇളകി പോവായിരുന്നു. പിന്നെ മോനുകൊണ്ട് എന്നെ സമാധാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് പണികൾ ഇനി ബാക്കിയുണ്ട്, പെയിന്റ് അടിക്കാനും ഒക്കെ കേട്ടോ. ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ എൻ്റെ പ്രിയങ്ങളെ കാണിക്കാം. തയ്യലെന്ന് പറയുന്നത് ഇച്ചിരി ക്ഷമയുള്ളവർക്ക് പറ്റുന്ന പണി കേട്ടോ. നമ്മളത് ചെയ്ത് എടുക്കുമ്പോൾ ചിലപ്പോൾ അത് ഇട്ട് നോക്കുമ്പം സൈസ് വ്യത്യാസം വരും, അല്ലെങ്കിൽ കയ്യടിറക്കണം. അതെല്ലാം നമ്മൾ വീണ്ടും അത് ചെയ്ത് കൊടുക്കണ്ടേ നമ്മളൊരു കസ്റ്റമറുടെ നിന്ന് മേടിക്കുമ്പോൾ. ഇതിപ്പം ബോട്ടിലാർട്ടും അതുപോലെ കേട്ടോ. അത് ക്ഷമയുള്ളവർക്കേ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് ഇതൊക്കെ. വളരെ ക്ഷമയോടെ
അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. എന്നോട് ആരോ വന്നിട്ട് ഈ ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ചോദിക്കുന്നേ, ഇൻബോക്സിൽ മെസ്സേജ് ഇട്ടേക്കുന്നു, എന്തുവാ ഈ ബോട്ടിൽ ആർട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. എനിക്ക് പഠിക്കണ്ട. ഞാൻ കളർ ചോദിച്ചാൽ തരത്തില്ല, എനിക്ക് ബ്രഷ് തരത്തില്ല. ഞാൻ ഇന്നലെ ഫെവിക്വിക്ക് ചോദിച്ചിട്ട് എനിക്ക് തന്നില്ല പ്രിയങ്ങളെ. ഞാൻ തന്നെ താനെ പോയി നോക്കി എടുത്തോണ്ട് വന്നു. ഞാൻ വേറെ മേടിച്ചു, ആർക്കും കൊടുക്കത്തില്ല, എനിക്കുള്ളൂ. ഇത് ഗമ്മ, പേപ്പർ ഒട്ടിക്കുന്ന ഗമ്മ. ഇത് വെച്ച് ഒക്കത്തില്ല, ഫെവി ഗമ്മ. ഇത് വെച്ച് ഒട്ടത്തില്ല, ഇത് പേപ്പർ മാത്രമേ. മറ്റേത് ഫെവിക്വിക്ക് നല്ലപോലെ ഇതൊക്കെ ഒട്ടിക്കണമെന്നുണ്ട്, മറ്റേ വെള്ള കളർ. കുറച്ച് കാശ് അയക്കണമെന്ന് പറഞ്ഞ് എടുത്തു വന്നു. ഞാനത് കൊടുത്തു. പോയി കിറ്റി തട്ടിയിട്ടല്ലേ സമ്മതിക്കാൻ ഒരു മടി. അതൊന്നും വരണം. വായി നോക്കും. കഴിക്കാം. എങ്ങനെയുണ്ട് എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലെന്ന് എനിക്ക് തന്നെ അറിയാവുന്നത് കൊണ്ട് കേട്ടോ. ഇതിനകത്ത് മണി പ്ലാന്റ് വെക്കാൻ ഉണങ്ങട്ടെ. നാളെ രാവിലെ വെള്ളമൊക്കെ ഒഴിച്ച് മണി പ്ലാന്റ് വെക്കും. പിന്നെ തുടങ്ങുക. അമ്മ ചവിട്ടുന്നത് ദോഷമാണ്. ഞാൻ ഒരു പൂച്ചയെ കണ്ടു, എല്ലാരോടും ചെന്ന് പറഞ്ഞു. ഞാൻ ഒരു താറാവിനെ കണ്ടു, ഞാൻ എല്ലാരോടും ഞാനൊരു പട്ടിയെ കണ്ടു, അതല്ല ഞാൻ ഒരു പശുവിനെ കണ്ടു, അതല്ല ഞാൻ ഒരു കാളെ കണ്ടു, നല്ല ഞാൻ ഒരു കോഴിയെ കണ്ടു, ഞാൻ ഒരു മയിലിനെ കണ്ടു, ഞാൻ എന്റെ അമ്മയെ കണ്ടു. എല്ലാവരും ചെന്ന് പറഞ്ഞു. ഞാൻ അമ്മ ഇങ്ങനെ തിരിച്ചു പറഞ്ഞു. എന്നെ വലിയ കാര്യത്തിൽ വിളിക്കുമ്പോ അമ്മേ ഇങ്ങനെ വിളിക്കും. ഞാൻ എന്തോ അമ്മ ഞാൻ ചോദിക്കും, ഞാൻ ഒരു കാക്കയെ കണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഒരു പൂച്ചയെ കണ്ടു, ഞാൻ ഒരു പട്ടിയെ കണ്ടു, ഞാൻ ഒരു കോഴിയെ കണ്ടു. എന്തേലും ഉണ്ടോ അളിയ? ഇനി കളികൾ അളിയ? നീ മക്കളെ ഏതളിയ? ഞാൻ നിന്റെ അളിയൻ. എടുത്തു എടുത്തതാ ഇതോട്ടെ. ഏതേലും വെച്ചോട്ടെ. കൂട്ടാം. വായിലിട്ടോ? ഇന്ന് അതിനകത്തൊന്നും എടുത്തു വായിലിടാനൊക്കെ തവി കൊള്ളു, തവി വന്നു നല്ല അരിയും കൂട്ട. ഏത്തക്ക മെഴുകുവരട്ടി വേണോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഞാൻ കൂട്ടിക്കോ. ടേസ്റ്റ് ഒക്കെ നോക്കി കൂട്ടിയാണ്.
വേണ്ടാന്ന് പറഞ്ഞില്ല, വേറെ പാത്രത്തിൽ കോരിയിട്ടുണ്ട് പോ. കഴിച്ചിട്ട് വരാം. ഇന്ന് നിറയെ കൂട്ടാനുണ്ട് പ്രിയങ്ങളേ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത്തയ്ക്ക മെഴുക്ക് പുരട്ടി അതങ്ങോട്ട് വിളമ്പി. അമ്മ നട്ട് വളർത്തിയ ചീരയാണ് കേട്ടോ. ഇഞ്ചിയും അമ്മ നട്ട് എടുത്ത ഇഞ്ചിയാണേ. അത് കേടായി പോവണ്ട, ഒത്തിരി ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചാറിട്ട് വെച്ചതാ കേട്ടോ. ഇനി നമ്മുടെ ഇന്നലത്തെ നെത്തോലിക്കറി. ഇത്രയും കറികളുണ്ട്, എന്നാലും മീൻ വറുത്തത് അമ്മ തന്നത് കുരുമുളകൊക്കെ ഇട്ടത്, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്ത്. ഞാൻ പറഞ്ഞു ഇന്ന് ഒരുപാട് കറികളുണ്ടെന്ന്. ഇന്നത്തെ ഹെവി അത്താഴമാണ് നമുക്കപ്പോൾ കുറേ നേരം ഇരുന്ന് വിശ്രമിച്ചിട്ടൊക്കെ കിടന്നാൽ മതി. അയ്യോ, അപ്പോൾ കഴിക്കട്ടെ പ്രിയങ്ങളെ. എല്ലാവരോടും നിറയെ സ്നേഹം കേട്ടോ. ോടും നിറയെ സ്നേഹം, പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഇന്ന് യാത്ര പറയാം. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.